ഇപ്പോൾ സയനിസം അല്ലെങ്കിൽ സിയോണിസം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. തിയോഡർ ഹെർസൽ വന്നതിന് ശേഷമാണ് ആധുനിക ലോകത്തെ പുതിയ സയനിസത്തിൻ്റെ രൂപത്തിലേക്ക് മാറുന്നത്. ഒരർത്ഥത്തിൽ അയാൾ അന്ന് പറഞ്ഞു വെച്ചത് നമുക്കെതിരെയുള്ള വിപ്ലവങ്ങൾക്ക് നാം തന്നെ നേതൃത്വം നൽകുമെന്ന ഒരു പുതിയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ലോകത്ത് ഈ സയനിസം വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ജൂതന്മാരുടെ കൂട്ടത്തിലെ അതിതീവ്രവാദികളായ ആളുകളാണ് ഇവരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജൂതന്മാരുടെ പ്രത്യേകത തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, ലതജിദന്ന അഷദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അഷ്റഖു. നബിയോടാണ് പറഞ്ഞത് ലതജിദന്ന. അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറബി ഭാഷ പഠിച്ച ആളുകൾക്ക് അറിയാം, ലാമ് അതുപോലെ തന്നെ അവസാനത്തിൽ വന്ന സദ്ദുള്ള നൂന്, ലതജിദന്ന എന്ന് പറഞ്ഞാൽ നിനക്ക് ഉറപ്പിച്ചു കാണാം എന്നാണ് പറയുന്നത്. അവിടെ സംശയത്തിന് യാതൊരു വകയുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് അങ്ങനെ തന്നെ പറഞ്ഞു. എന്താ? അഷദ്ദൻ നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അഷ്റഖു. വിശ്വാസികളായ ആളുകളോട് അങ്ങേയറ്റം ശത്രുതയുള്ള ആളുകളാണ് യഹൂദികളും അതുപോലെ തന്നെ ബഹുദൈവാരാധകരും. അപ്പോൾ ഈ യഹൂദികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങേയറ്റം ശത്രുതയുള്ളവരെന്ന് പറഞ്ഞു. ഈ ശത്രുത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലശേഷം യഹൂദികളിലേക്ക് കടന്നു വന്നിട്ടുള്ള, അതല്ലെങ്കിൽ ബനു ഇസ്രായേലിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാരോട് പോലും അവർ വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഇത് ഒരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉമ്മത്തിനോട് മാത്രമുള്ള ശത്രുതയായിരുന്നില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മകനെയാണല്ലോ ഇസ്രായേൽ എന്ന് പറയാറുള്ളത്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന് 12 മക്കളുണ്ടായിരുന്നു. ഈ 12 മക്കളെ മൊത്തത്തിലാണ് ബനു ഇസ്രായേൽ എന്ന് പറയാറുള്ളത്, യാക്കൂബ് നബിയുടെ മക്കൾ എന്നുള്ളവർക്ക്. ഈ 12 മക്കളിലൂടെ 12 കബീലകൾ, 12 ഗോത്രങ്ങൾ ഉണ്ടായി വന്നു. അതിൽ തന്നെ ഈ 12 ഗോത്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളും മറ്റുമാണ് പിൻതലമുറകളിൽ ഉണ്ടായത്. തങ്ങളുടെ ഗോത്രത്തിലൂടെ വരാത്ത പ്രവാചകനായിക്കൊണ്ട് അംഗീകരിക്കാതിരിക്കുക, മറ്റൊരു ഗോത്രത്തിൽ വന്നു എന്നതുകൊണ്ട് മാത്രം എന്താക്കുക, അത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ നിലയ്ക്ക് തന്നെ പ്രവാചകന്മാരെ കൊല്ലുന്ന അവസ്ഥകൾ വരെ അവർക്കുണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും ശുദ്ധമായ മനസ്സിന്റെ ഉടമകളായിരുന്നു അവർ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നബിമാരായിക്കൊണ്ട് തെരഞ്ഞെടുത്തത്. ഏറ്റവും ശുദ്ധന്മാരായ മനുഷ്യന്മാരെ പോലും കൊന്നുകളയാൻ മാത്രം ദുഷിച്ച ഹൃദയത്തിന്റെ ഉടമകളായിക്കൊണ്ട് അവരുടെ പിതാക്കന്മാരുടെ തലമുറ മാറിയിട്ടുണ്ട് എങ്കിൽ ആ പിതാക്കന്മാരുടെ മക്കളിൽ നിന്ന് കൂടുതൽ നല്ലതൊന്നും നമ്മളാരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. പിന്നീട് ഈസാ നബി അലൈഹി സ്വലാം യഥാർത്ഥ തൗറാത്തിലേക്ക് അവരെ ക്ഷണിക്കുവാൻ വേണ്ടി വന്ന സമയത്ത് ഈസാ നബിയെയും കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അവരെന്താക്കി? കൊന്നു എന്നവർ വാദിച്ചും ചെയ്തു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ ഖതലുഹു വമാ സ്വലബുഹു വലാകിൻ ശുബ്ബിഹ ലഹും എന്നാണ് പറഞ്ഞത്. അവർക്ക് ഈസാ നബി അലൈഹി സ്വലാമിനെ കൊല്ലാനും കഴിഞ്ഞിട്ടില്ല, കുരിശിലേറ്റാനും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല വമാ ഖതലുഹു യഖീന, ഒരിക്കലും എന്താക്കിയിട്ടില്ല, കൊന്നിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. അതായത് ഈസാ നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ മുതിർന്ന ആളുകളാണ് അവർ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ദൃഷ്ടാന്തം എന്നുള്ള നിലയ്ക്ക് ഈസാ നബി അലൈഹി സ്വലാമിനെ മറിയം ബീവിയുടെ പുത്രനായിക്കൊണ്ട് ജനിപ്പിച്ചപ്പോൾ ആ മറിയം അലൈഹി സ്വലാമയെ വ്യഭിചാരി എന്ന് ആക്ഷേപിച്ച ആളുകളാണ് ഇവർ. അതായത് വിശ്വാസികൾക്ക് വിശ്വാസം ഉറക്കുവാൻ ആവശ്യമായ രൂപത്തിലുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ അള്ളാഹു ചെയ്തു തരുന്നുവോ അതിനൊക്കെ ധിക്കരിക്കുന്ന ആളുകളായിരുന്നു ഇവരെന്ന് ഇതിലൂടെ കാണാൻ കഴിയും. ഇനി മാത്രമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ മദീനയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരായ ആളുകളോട് ഇവർ വലിയ വാദമായി കൊണ്ട് ഉന്നയിച്ചിരുന്നത്, ഒരു പ്രവാചകൻ വരാനുണ്ട്, വരട്ടെ, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പ്രവാചകനിൽ വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് നിങ്ങളെ ഞങ്ങൾ എന്താക്കും, നശിപ്പിക്കുമെന്ന് പറഞ്ഞ് എത്രത്തോളം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കാണാൻ കഴിയും. സ്വന്തം മാതാപിതാക്കൾ മക്കളെ എങ്ങനെയാണോ തിരിച്ചറിയുക അതിനേക്കാൾ കൂടുതൽ നബി അവർക്ക് അറിയാമായിരുന്നു എന്നാണ്. ആ നിലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ അവരുടെ കബീലയിൽ വന്നില്ല, വന്നത് ഇസ്മായിലി പരമ്പരയിലൂടെയാണ്, ഇസ്ഹാഖി പരമ്പരയിലൂടെ വന്നില്ല എന്നത് മാത്രമാണ് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കാനുള്ള കാരണം. എന്നിട്ട് ആ നബിയെ കൊല്ലുവാനുള്ള ശ്രമങ്ങൾ നബിയുടെ ചെറുപ്പം മുതൽക്ക് തന്നെ തുടങ്ങിയത് കാണാൻ കഴിയും. ഒന്ന് ഹലീമ ബീവിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടം. ഈ കുട്ടിയെ കണ്ടപ്പോൾ ഹലീമ ബീവിയോട് ജൂതന്മാർ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയുടെ പിതാവ് മരിച്ചതാണോ എന്നാണ്. അപ്പോൾ ഹലീമ ബീവിയെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരുടെ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ അല്ല, ആ പിതാവ് ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം ജോലിക്ക് പോയതാണെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറയുന്നുണ്ട്, ഈ കുട്ടിയെ കണ്ടിട്ട് ലക്ഷണം കൊണ്ട് ഇദ്ദേഹത്തിന്റെ പിതാവ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, അദ്ദേഹത്തിന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല എന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കുട്ടിനെ കൊല്ലുമായിരുന്നു എന്നാണ്. അത്ര വരെ ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിക്കൊണ്ട് അബൂ ത്വാലിബ് കച്ചവടത്തിന് വേണ്ടി പോകുന്ന സമയത്ത് അബൂ ത്വാലിബിന് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രൈസ്തവ പുരോഹിതൻ മുന്നറിയിപ്പ് നൽകിയത്, ഇദ്ദേഹത്തെ കൊണ്ട് യാത്ര ചെയ്യരുത്, ഇദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് എന്താക്കുന്നുണ്ട്, യഹൂദര് നടക്കുന്നുണ്ട്, അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവർ കൊന്നു. അതുകൊണ്ട് എന്താക്കണം, നിങ്ങൾ അദ്ദേഹത്തെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞയക്കുന്ന സമയത്ത് എന്താക്കും, ഇമാം ബുഖാരിക്ക് ഉദ്ധരിച്ച ഹദീസ് കാണാം, യഹൂദര് നബിയെ അന്വേഷിച്ച് വരുന്നുണ്ട്.
അപ്പോൾ ഈ രൂപത്തിലൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും കൊല്ലാൻ ശ്രമിച്ചിരുന്ന ആളുകളാണ്. ഇനി എന്തിന് വേറെ പറയുന്നു, ഖൈബർ യുദ്ധത്തിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം കൊടുത്തുകൊണ്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. മാത്രമല്ല ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടിയാണ് സിഹർ ചെയ്തത്. ഈ നിലയ്ക്ക് ലോകത്ത് കടന്നു വന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖി എന്ന് പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ അവർക്ക് മടിയില്ലായിരുന്നുവെങ്കിൽ, ഇതിനു വേണ്ടി ശ്രമങ്ങൾ നടത്താൻ അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നു എങ്കിൽ ആ നബിയെ അംഗീകരിക്കുന്ന ഉമ്മത്തിന് നേരെ എന്നും ഈ സഹായിനത്ത് അഥവാ ഈ സുഹിയൂനി അതല്ലെങ്കിൽ സിയോണിസ്റ്റുകൾ, ജൂതന്മാർ എന്നും ആ നിലക്ക് തന്നെ പണിയെടുക്കും. ഇനി അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അവസാന കാലഘട്ടത്തിൽ ദജ്ജാൽ വരും. ദജ്ജാൽ വന്ന് ഇവിടെയുള്ള ഏകദൈവ വിശ്വാസികളെ നിഷ്കാസനം ചെയ്യാനുള്ള പണി അയാൾ എടുക്കും. ആ പണിയെടുക്കുന്ന സമയത്ത് ദജ്ജാലിന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുവാനുണ്ടാകുക ജൂതന്മാരായിരിക്കും. ജൂതന്മാരായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നമ്മളാരും എന്താക്കേണ്ടതില്ല, ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ടതില്ല. ആ നിലക്ക് ഏതെങ്കിലും ഒരു വിശ്വാസി, യഥാർത്ഥ വിശ്വാസി, ഒരു ജൂതനെ സ്നേഹിക്കുന്നു എന്നോ അവൻ സിയോണിസത്തെ സ്നേഹിക്കുന്നു എന്നോ സിയോണിസത്തെ സത്യപ്പെടുത്തുന്നു എന്നോ അതല്ലെങ്കിൽ അവരോട് മനസ്സുകൊണ്ട് അടുത്തവനാണ് എന്നോ ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അവർ പറയുന്നത് കെബുറത്ത് കെലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ അതേ വർത്താനാണ്. വലിയ വായിൽ വലിയ വർത്താനം പറയണം. ഇതിന് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് അള്ളാഹ് പറഞ്ഞതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ലതജിദന്ന അഷദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ മുസ്ലിമീങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആ ഒരു വിഭാഗത്തിനോട് സ്നേഹം ഉണ്ടാകുന്നു എന്നതോ അതല്ലെങ്കിൽ അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്നോ ഒരിക്കലും എന്താ പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നാലും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ യഥാർത്ഥ വിശ്വാസികൾ അതിന് ഇരയാകുന്നുവെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കാനുണ്ട് എന്നതാണ്. അപ്പോൾ ആ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളോട് അങ്ങേയറ്റം ശത്രുത പുലർത്തുന്ന യഹൂദികളായ ആളുകളെ പോലെ നമ്മൾ ഒരിക്കലും ആകാൻ പാടില്ല എന്ന് ഒരു ദിവസം 17 പ്രാവശ്യം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. തീർച്ചയായും വൈരിൽ മഗ്ദൂബി അലൈഹിം, പടച്ചോനെ നീ കോപിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി 17 പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അതല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് യഹൂദികൾ ഈ വിഷയത്തിലൊരു നിലപാടിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് അവരെ നമ്മൾ വെറുക്കുന്നു. എന്തടിസ്ഥാനത്തിൽ? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ ചെയ്തു കൂട്ടുന്ന ലുൽമ്, അക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനത്തെ ആളുകളോട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്നുള്ളത് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത്തരം ആളുകളോട് നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു ലാഞ്ചന പോലും നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നത് തന്നെയാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.